അപ്പോൾ നമസ്കാരം ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ഒരു യുണീക്ക് വീടാണ് നമുക്കിന്ന് സെയിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്കൊരു 3 സ്റ്റോറി ബിൽഡിംഗ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു വീടാണ്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം മാറി വരുന്ന ഒരു അടിപൊളി വീട്. ലൊക്കേഷൻ കറക്റ്റായിട്ട് പറയുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് സമീപം കാവുംപുറം എന്നുള്ള ഏരിയയിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. 400 സെൻറ്റ് സ്ഥലത്ത് 100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ് നമുക്ക് ഫ്ലോർ പ്ലാനായിട്ട് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ഇത് യുണീക്ക് എന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് താഴത്തെ നമുക്ക് ഫ്ലോറിൽ എന്ന് വെച്ചാൽ താഴെ നമുക്ക് അണ്ടർഗ്രൗണ്ടായിട്ട് നമുക്ക് ഒരു ഏരിയ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീട് നമുക്ക് ഏറ്റവും നല്ല ബെനിഫിറ്റ് വരുന്നത് നമ്മുടെ ടീച്ചേഴ്സായിട്ടുള്ള ആൾക്കാർക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സായിട്ടുള്ള ആൾക്കാർക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ ഡാൻസൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു വീട് എന്ന് പറയുമ്പോഴത്തേക്ക്. താഴത്തെ ഒരു ഓപ്പൺ സ്പേസ് ഏരിയ നമുക്ക് ആ ഒരു രീതിക്ക് വേണ്ടിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്പേസായിട്ട് നമുക്കിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മനോഹരമായ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എലിവേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഒരു കണ്ടംപററി ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് മനോഹരമായി തീർത്തുള്ള ഒരു വീട് തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടെ മനോഹരമാക്കുന്ന സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റിനൊക്കെ ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് താഴത്തെ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് നമുക്ക് കവറപ്പ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ വഴിയാണ് നമുക്ക് താഴോട്ട് ഇറങ്ങുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ഞാൻ പറഞ്ഞ ഒരു ഏരിയയിൽ നമുക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, പോകുന്ന ഏരിയയിൽ തന്നെ നമുക്ക് ജസ്റ്റ് പറയാം. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറുണ്ട്, കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് നേരെ ഇങ്ങനത്തെ ഒരു ഓപ്പൺ ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ടൈൽസും നമുക്ക് ഫ്ലോറിങ് എല്ലാം ടൈൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു നമുക്ക് ഏരിയ എന്ന് പറയുമ്പോൾ ട്യൂഷൻ പഠിപ്പിക്കാനുള്ള ഏരിയ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം, ഇല്ലാതെ ഡാൻസ് പഠിപ്പിക്കാനുള്ള ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്ലിനിക്കായിട്ട് നമുക്ക് ഡോക്ടേഴ്സാണെങ്കിലും ക്ലിനിക്കായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുമ്പോഴത്തേക്കും. ഒരു സെർവൻറ്റ് ബാത്റൂമായിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബാത്റൂം നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു നനക്കല്ലും അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ അവിടെ വരുന്നുണ്ട്. 2 ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് പ്ലാന്റ്സോ അല്ലെങ്കിൽ ഗാർഡൻ പ്രൊവിഷനോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഒരുക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് ഈ ഒരു ഏരിയയിലെ കുറച്ച് ഡീറ്റെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ മോൾ ഭാഗത്തോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വരുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു 40-45 വില്ലാസ് വരെ ഈ ഒരു ഏരിയയിൽ നമുക്ക് വരുന്നുണ്ട്. പണിയൊക്കെ തീർന്ന് ഏകദേശം ആൾതാമസവും കാര്യങ്ങളുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഫ്രണ്ടിൽ നമുക്ക് 2 കാർ വരെ പാർക്കാനുള്ള സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഒരു സ്ലൈഡിങ് ഗേറ്റും കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ടിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു വീടിൻ്റെ എലിവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റൗട്ട് നമുക്ക് ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് നമുക്ക് വന്നിട്ടുള്ള 2 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റൗട്ട് ഏരിയ. ഫോൾ സീലിംഗ് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് ചെയ്തേക്കുന്നത്. ഇതാണ് കാണുന്നതാണ് മെയിൻ ഡോർ. അപ്പോൾ അതിൽ കുറച്ച് കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫ്രണ്ട് ഡോറ് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ടൊന്ന് പോവാം. അപ്പോൾ നേരെ ഇൻറ്റീരിയർ ഭാഗത്ത് കിടക്കുമ്പോഴത്തേക്കും അടിപൊളിയായിട്ടുള്ള ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, ഒരു ബെഡ്റൂം, അതുപോലെ തന്നെ കിച്ചൺ വർക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ലിവിങ് ഏരിയ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും 12x16 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ സ്പേസ് തന്നെയാണ് ലിവിങ് ഏരിയ സ്പേസ്. TV യൂണിറ്റ്, അടിപൊളിയായിട്ടുള്ള ഒരു TV യൂണിറ്റ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. എത്ര വലിയ TV ആയാലും മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉൾപ്പെടെ തന്നെയാണ് വരുന്നത്. മുകളിലും സൈഡിലും താഴെയുമായിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളതാണ്. ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷൻ ആക്കി ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം. 12x12 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു സ്പേസും ഡൈനിങ് ഏരിയയ്ക്ക് തന്നെയുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചെറുയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ച് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ വരുന്നുണ്ട്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഒരുക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. പാനൽ വർക്കും കാര്യങ്ങളും ചെയ്താണ് നമുക്ക് ഈ ഒരു ഭാഗം കവറപ്പ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വരുന്നത്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് കംപ്ലീറ്റ് ആക്കി നമുക്ക് തീർത്തിട്ടുള്ളത്. നമുക്കിവിടെ ചെറിയൊരു ഏരിയ നമുക്കിവിടെ ഡബിൾ ഹൈറ്റായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വീടിൻ്റെ കിച്ചണും കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളത്. അപ്പോൾ കിച്ചണെല്ലാം നമുക്ക് ഈ ഒരു ഡിസൈനിലെ എൻട്രൻസും കാര്യങ്ങളാണ് കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വുഡ് വർക്കും കാര്യങ്ങളാണ് നമുക്ക് ഒരു ഫ്രണ്ടിൽ തന്നെ വരുന്നത്. പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കി തന്നെയാണ് നമുക്ക് കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നേരെ കിച്ചണിനകത്ത് പോകുമ്പോഴത്തേക്കും കിച്ചൺ വർക്കും കാര്യങ്ങളെല്ലാം ഈ ഒരു രീതിയിലെ കിച്ചണാണ് നമുക്ക് വരുന്നത്.
നല്ല അടിപൊളിയായിട്ടുള്ള കളർ തീമും കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു കിച്ചൺ വർക്ക് നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ്, പ്രീമിയം രീതിയിലുള്ള നമുക്ക് അടിപൊളിയായിട്ടുള്ള ടൈൽസ് തന്നെയാണ്. ഗ്രിപ്ഡ് ആയിട്ടുള്ള മാറ്റ് ഫിനിഷ് ടൈൽസ് തന്നെയാണ് നമുക്ക് വരുന്നത്. 12x12 ഡയമെൻഷനാണ് നമുക്ക് ഈ കിച്ചണിൽ വരുന്നത്. ചിമ്മിനി ഉൾപ്പെടെ നമുക്ക് ഓൾറെഡി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. മുകളിൽ താഴെയോട് ഒരുപാട് ക്യാബിനറ്റ്സ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു കിച്ചൺ വർക്ക് തന്നെയാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ സ്പേസ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ വർക്ക് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം വർക്ക് ഏരിയ നല്ല സ്പേസ് തന്നെയാണുള്ളത്. 8x6 ഡയമെൻഷൻ വരുന്ന നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്കൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഭാഗങ്ങളെല്ലാം ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു വീടിന് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ തന്നെ ഈ ഒരു ഫ്ലോറിൽ തന്നെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ബാക്കി 2 ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ റൂംസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ ഒരു ഭാഗത്താണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം സ്പേസ് നമുക്ക് വരുന്നത്. 12x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ വലിയൊരു ബെഡ്റൂം സ്പേസ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന നമുക്ക് വലിയൊരു ജനൽ കാര്യങ്ങളൊക്കെ അത്യാവശ്യം വീടിനകത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റിങ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സോഴ്സായിട്ട് അവിടെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് എലിവേഷനിൽ കണ്ടതുപോലെ തന്നെ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഗ്ലാസ് വിൻഡോസാണ്. ഫോൾ സീലിംഗ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനാക്കി വരുന്നത്. ഫ്ലോറിങ് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി നമുക്ക് ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വാൾഡ്രോബ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വാൾഡ്രോബ്സും കാര്യം തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു റൂമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളത്. ഫ്ലോറിംഗെല്ലാം തന്നെ നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യം തന്നെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തടിയിലാണ് ചെയ്തിരിക്കുന്നത്. വുഡ് വർക്കാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഹാൻഡിൽസ് നമുക്ക് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള വർക്കും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെ തന്നെ ഒരു വുഡ് വർക്ക് ചെയ്ത ഒരു ഹാൻഡിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റെയർ ചെയ്യാറ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ കാണുന്ന ഫർഗോള മോഡലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പകൽ സമയത്തൊക്കെ നമുക്ക് വെളിച്ചവും കാര്യങ്ങളും കിട്ടത്തക്ക രീതിയിൽ തന്നെയാണ് ആ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ ഈ ഒരു സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു ലിവിങ് ഏരിയ, 2 ബെഡ്റൂം, ഒരു ബാൽക്കണി സ്പേസാണ് നമുക്ക് വരുന്നത്. വിശാലമേറിയ സ്പേസ് ഉണ്ട്. വരുന്ന ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്കൊരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും അതിൻ്റെ ഔട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ലിവിങ് ഏരിയ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു സ്പേസ് കാര്യങ്ങൾ തന്നെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ലിവിങ് ഏരിയയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് TV യൂണിറ്റ് ഏരിയ. വലിയൊരു TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് സ്റ്റോറേജ് സ്പേസും കാര്യം ഉൾപ്പെടെ നമുക്ക് വരുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഒരു പാറ്റേണിലെ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം വരുന്നുണ്ട്. 12x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ സ്പേസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം ഏരിയ. ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാൾഡ്രോബ്സ് പ്ലസ് ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ വരുന്ന ഒരു വാൾഡ്രോബ്സ് നമുക്കിവിടെ ഇൻബിൽഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ടൊക്കെ നമുക്കിവിടെ യൂസ് ആക്കിയേക്കുന്നത്. ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെ നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്കൊരു ബെഡ്റൂമും കൂടെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ലാസ്റ്റിലത്തെ ബെഡ്റൂം. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് നമുക്ക് വരുന്നുണ്ട്. 14x16 ഡയമെൻഷൻ വരുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസ് ഈ ഒരു റൂമിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷൻ ആക്കി ഫോൾ സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു റൂമിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വാൾഡ്രോബ്സും പ്ലസ് ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു കബോർഡ് വർക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം സ്പേസ് തന്നെയാണ് എല്ലായിടത്തും ചെയ്തിട്ടുള്ള സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് നമ്മൾ ഈ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമിലും ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ കാണുന്ന മെയിൻ ബാൽക്കണി ഇത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മെയിൻ ബാൽക്കണി ഏരിയ ഈ വീടിനുണ്ട്. അപ്പം ഹാൻഡിൽസും കാര്യങ്ങളെല്ലാം സ്റ്റീലിലെ ഹാൻഡിൽസും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കുമാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് വരുന്നുണ്ട്. നല്ല മനോഹരമായ രീതിയിലുള്ള ഫ്രെയിം വർക്കും കാര്യങ്ങളെല്ലാം സൈഡിൽ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ
ഈ ഒരു വീടിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു ബാൽക്കണി സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മുടെ വട്ടിയൂർക്കാവ് കാവമ്പുറത്തുള്ള ഇത്രയും നല്ല മനോഹരമായ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് നിങ്ങൾ ഇത്രയും തന്നെ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് നല്ല യുണീക്കായിട്ടുള്ള ഒരു ഡിസൈനിങ് കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് താഴെ തന്നെ നമുക്ക് വരുന്ന അണ്ടർഗ്രൗണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ വേണ്ടി ആസ്കിംഗ് പ്രൈസ് നമുക്ക് 4,800 സെൻറ്റ് സ്ഥലത്ത് 2,100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 93 ലക്ഷമാണ്, 93 lakhs ആണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നെഗോഷ്യബിൾ സംസാരിക്കുവാനായിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിലും ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.